നമുക്ക് മെച്ചമുള്ളത് വല്ലതും ഉണ്ടോ വക്കീലേ? വരുമാനം കുറഞ്ഞവർക്ക് വേണ്ടി ഭവന നിർമ്മാണ വായ്പ കൊടുക്കാൻ പോണുണ്ട്. എന്നാ അതിൽ ഒരെണ്ണവും സംഘടിപ്പിച്ചാ എന്റെ വക്കീലേ. താൻ IRDPയുടെ ലോൺ നേരെ ചൊവ്വേ ആദ്യം അടയ്ക്ക്. ഇപ്പൊ ഗ്രാമസഭൻ എന്നെ കാണുമ്പോ തെറി പറയുവാ. തന്നെ തെറി പറയുന്നത് എന്തിനാ? താനാണോ ലോൺ കൊടുത്തത്? താൻ അപേക്ഷ പൂരിപ്പിച്ച് കൊടുത്തല്ലേ ഉള്ളൂ, അതിന്റെ വക കിട്ടിയും കാണും. നീ ആരെയാ എടോ താൻ എന്നൊക്കെ വിളിക്കുന്നത്? ഒന്നെങ്കിൽ വക്കീലേന്ന് വിളിക്കുക, അല്ലെങ്കിൽ രാമൻകുട്ടി ഏട്ടാ എന്ന് വിളിക്കുക. ഗുരുത്തം വേണം. വക്കീലിന്റെ വീട്ടിൽ അടുക്കള പണിക്ക് നിന്നാ വക്കീലാവോ? ഇളിക്കാതെ വെറുതെ അല്ല ഈ നാട്ടിൽ മാത്രം പുലി ഇറങ്ങണ. എവന്റെ ഒക്കെ തല കണ്ടു തുടങ്ങി. പിന്നെ വക്കീലേ, കാശ് ഇത്തിരി ആയിട്ടുണ്ട്. തരും. ബ്ലോക്കിൽ കക്കൂസിന് അപേക്ഷ കൊടുത്ത വകയിലെ കണക്കൊന്നും പറഞ്ഞിട്ടില്ല. അത് കിട്ടിയില്ലല്ലോ. ബ്ലോക്ക് ഓഫീസിൽ നിന്ന് കക്കൂസ് കിട്ടാത്തോണ്ട് താൻ ഇതുവരെ തൂറാറില്ലായിരുന്നു. ഒരു ആപ്ലിക്കേഷന് ഒപ്പിട്ട് തന്നോണ്ട് മാത്രം കാര്യമായില്ല. അനുവദിച്ച് കിട്ടണേ ഇത്തിരി ചില്ലറോടെ ചെലവാക്കണം. എന്റെ പോക്കറ്റിലെ കാശ് ചെലവാക്കിയാ ഞാൻ 4 പ്രാവശ്യം ബ്ലോക്ക് ഓഫീസിന്റെ തിണ്ണ നിരങ്ങിയ മുടിഞ്ഞ കക്കൂസ്. ഇയാൾക്ക് നിയമം പഠിക്കാൻ വകയുണ്ടായിരുന്നേ വലിയ വക്കീലാകുമായിരുന്നു. എന്തൊക്കെയാ വിശേഷങ്ങള്? കാണുമ്പോഴേക്ക് ഈ ഒരൊറ്റ ചോദ്യമേ ഉള്ളൂ. അച്ഛൻ അറിഞ്ഞൂടെ ഇവിടുത്തെ വിശേഷങ്ങള്? വെറുതെ സ്ഥലകാല ആ മയക്കുമരുന്ന് ഉണ്ടാക്കി തന്നാ ഈ ഓനെ കെട്ടുവോ? കെട്ടും. എന്റെ റബ്ബേ, അന്റെ മുത്തച്ഛനെ നാട്ടുകാരൊക്കെ അത് സമ്മതിക്കുവോ? ഞാൻ വാക്ക് കൊടുത്തതാ. ഓന് ഇത്ര പെരുത്തിഷ്ട? ആ നശിച്ച ജന്തുവിനെ കൊല്ലാൻ എന്നെ സഹായിക്കണത് ആരായാലും എനിക്കിഷ്ട. അങ്ങനെയാണെങ്കിൽ അതിനെ കൊല്ലണത് ചട്ടമ്പി കുഞ്ഞച്ചനാണെങ്കിലോ? ആ അസത്ത് ഞാൻ സമ്മതിക്കും. പ്രാന്ത പെണ്ണിന്റെ തലയ്ക്ക്. നിനക്കറിയില്ല, എന്റെ അമ്മയെ കടിച്ചു കൊടയുന്നത് ഞാൻ കണ്ടതാ. പഴംതുണി പോലെ എന്റെ അമ്മയെ വലിച്ചു കൊണ്ടുപോണതും ഞാൻ കണ്ടതാ. പിറ്റേന്ന് മാറ്റി പൊളിച്ച്. നീ അതൊന്നും ഓർക്കണ്ട, കരയില്ലേ? എന്താണ് മാർത്ത ഞെക്കി പൈപ്പിക്ക മാണ്ടി? പിള്ളേച്ചൻ ഭാഗ്യമുള്ളവനാണ്. എറിഞ്ഞു വാട്ടാതെ എന്റെ കുഞ്ഞിറ്റും ചേട്ടാ. വീണ് കിട്ടിയില്ലെങ്കിൽ എറിഞ്ഞു വാട്ടാതിരിക്കാൻ പറ്റുമോ? കഷായം തിളപ്പിച്ചിട്ടുണ്ട്, വേഗം വന്നത് കുടിക്കും. പോയിക്കോളി മക്കളെ. ബാപ്പ എന്താ കുഞ്ഞബ്ദുള്ളക്കാ, മീൻ തീർന്നു ഇത്ര പെട്ടെന്ന്? മുഴുവൻ തീർന്നില്ല മോളെ, കുറച്ച് ബാക്കിയുണ്ട്. അത് നമ്മളെ അമ്മനെ ഏൽപ്പിച്ച്. എടോ, എനിക്ക് നല്ല സുഖമില്ലടോ. വയറ്റിനകത്ത് ഒരു കടിച്ചെറിയും വേദനയും. ഇന്ന് 4 പ്രാവശ്യം പച്ചവെള്ളം പോലെ വയറ്റിന് പോവുകയും ചെയ്തു. ബാലം വൈദ്യരുടെ അരിഷ്ടം 3 നേരം കുടിക്ക്. തൂറൽ അവിടെ നിൽക്കും. മരുന്ന് കുടിച്ചിട്ട് തൂറിൽ നിർത്തണ്ട, ഇത് തൂറി തന്നെ നിർത്തും ഞാൻ. വയ്ക്കാൻ കഴിയില്ല. എന്താണ് വെള്ളമില്ലാത്തൊക്കെ പാട്? ഉരുണ്ട് കൂടണ. എവിടെ? ആരാ കണ്ടത്? കണ്ട് നമ്മളാണ്. മുതലക്കളവിന്റെ മരത്തങ്ങനെ കുത്തിരിക്കുന്നത്. അവിടേക്ക് ഏകദേശം ഇത്ര ദൂരത്ത് ഇങ്ങനെ നിൽക്കണ്. അതാണ് പുലി തന്നെയാണോ? വല്ല വല്ല പട്ടി പൂച്ചയോ? ഇതെന്തോ ഒലക്കാമല്ല വർത്താനോട്ടോ പറയുന്നത്. പുലിയാണോ? നല്ല ഒന്നാന്തരം പുള്ളി. പക്ഷെ കഴിഞ്ഞ കൊല്ലം നമ്മൾ മണിയപ്പിനെ പിടിച്ചില്ലേ, അതേ സാധനം. മണി അടിക്കട്ടോ, വേഗം ആട്ടെ. അടിക്കട്ടെ അച്ചോന്നോ? പോയ അടിയടോ. പാത്തുക്കുട്ടി, പള്ളിമണിയല്ലേ കേക്കണേ? അതെ. എന്റെ ഗുരുവായൂരപ്പാ, പുലി വീണ്ടും ഇറങ്ങിയെന്നാ തോന്നണേ.
ഗോവിന്ദ പീടിയടച്ച് വീട്ടിൽ പൊക്കോ, പുലി ഇറങ്ങിയിട്ടുണ്ട്. എല്ലാരും വീട്ടിൽ പൊക്കോളീൻ, പുലി ഇറങ്ങി. വൈദ്യരെ നേരെ ഇരുട്ടുതലും പീടിയടച്ച് വീട്ടിൽ പൊക്കോ, പുലി ഇറങ്ങിയിട്ടുണ്ട്. ഇത് നസ്രാണിയിലാരാണ്ട് ചത്തമണിയാ? ചത്തമണിയാണെങ്കിൽ താൻ ഇവിടെ തന്നെ പരദൂഷണം പറഞ്ഞിരുന്നോ? പുലിയുടെ വിശപ്പും മാറും, നാട്ടുകാരുടെ ഒരു ശാപവും തീരും. വൈദ്യുതി വേഗം പീടിയടച്ച് വീട്ടിൽ പോകാൻ നോക്ക്. ഇയാൾ ഇവിടെ തന്നെ ഇരുന്നോട്ടെ, കുറെ ഇറച്ചിയുണ്ടല്ലോ, പുലി തിന്നട്ടെ. ആ രാമകുട്ടി ഉണ്ടല്ലോ വക്കീല്, മഹാഭാരയാ. എന്റെ ജീവിതത്തിൽ ഇതുപോലെ. വീട്ടിൽ പോവാൻ നോക്ക്, തമ്മി കണ്ട നാളെ സംസാരിക്കാം. ആഹാ, അങ്ങനെയാണ്. എന്താ നീ മാർഗം കൂടാൻ വന്നാണോ? അയ്യേ, എനിക്ക് മാർക്കം കൂടൊന്നും വേണ്ട. അങ്ങനെയാണെങ്കിൽ തോമസ് കുട്ടി ചുറ്റുമല്ലോ. പിന്നെ അല്ല, പള്ളി കയറ്റി കെട്ടിക്കണേ മതി. ആ ചെക്കൻ എന്നെ കെട്ടുന്നതിനാ? ഞങ്ങള് ഹിന്ദുക്കളാ. ആ ചെക്കൻ കള്ളത്തരം പറഞ്ഞ് എന്നെ പറ്റിക്കാൻ നോക്കുക. എന്താ വല്ല കുഴപ്പം ഉണ്ടാക്കിയോ? ആവോ. അച്ചോ, ആ ആളെന്നാ വരിക? ഏതാണ്? ചേറു. എന്നാ വരിക എന്നറിയില്ല. നോക്കി നോക്കി എന്റെ കണ്ണ് കഴിച്ചു. അയാള് വന്നാ പുലിയെ കൊല്ലുന്ന ഉറപ്പല്ലേ? ആള് കൊടുക്കനാ. എന്റെ ഗുരുവായൂരപ്പാ, ഒന്ന് വേഗം വരുത്തണേ. ആ ചെകുത്താൻ ചത്ത് മലർന്ന് കിടക്കുന്ന കണ്ടിട്ട് ചത്താലും വേണ്ടില്ല. നീ വല്ലതും കിട്ടിയടി? ഇല്ല. ആലുവ മണപ്പുറത്ത് വെച്ച് കണ്ടൊരു പരിചയം പോലും ഇല്ലല്ലോ. അല്ല, ഇതെന്ത് പറ്റി? മുഖത്ത് കടന്നല കുത്തിയ മാതിരി. എന്നെ പറ്റിക്കായിരുന്നല്ലേ? നെറ്റീമെ പെരട്ടിയെ കാണാണ്ടാവുന്ന മരുന്നുണ്ടെന്ന് പറഞ്ഞു നുണയാ. ലോകത്ത് അങ്ങനെ ഒരു മരുന്നില്ല. ആര് പറഞ്ഞു? എന്റെ അപ്പൂപ്പൻ. ശങ്കുണ്ണി കൊല്ലൻ എന്താ അറിഞ്ഞിട്ടാ? ഞാൻ പുസ്തകം നിന്നെ കാണിച്ചു തന്നല്ലേ? അതിലെഴുതിയിരിക്കണ നുണയാ. സ്ത്രീയെ മനസ്സിലോർക്കാതെ ഒരു മാസം തപസ് ചെയ്യാൻ ഈ ഭൂമിയിൽ ഒരാൾക്കും പറ്റില്ല. അങ്ങനെ പറ്റണം. വേണ്ട, എനിക്ക് മരുന്നും വേണ്ട, മന്ത്രം വേണ്ട. അപ്പൊ പുലിയെ മായ ചെന്ന് കൊല്ലുന്നത് എങ്ങനെയാ? അതിന് പള്ളിയിൽ നിന്ന് ഒരാളെ കൊണ്ടുവരുന്നുണ്ടല്ലോ. അയാള് വരും. നമ്മുടെ ഫിലിപ്പോസ് മുതലാളിയേക്കാളും വയസ്സനാ. ചത്ത് പോയിട്ടില്ലെന്ന് ആരറിഞ്ഞു? അപ്പൊ വരില്ലേ? നോക്കിയിരുന്നോ, വരും. ഭാഗ്യം, അതെന്താടി? എടി, അതൊരു പട്ടിയല്ലേ? ചേറുവാണോ? കുന്നംകുളത്താരൻ ചേറു അല്ല. പിന്നെ നിങ്ങളാരാ? ഞാനൊരു മനുഷ്യൻ. ഇതിലെ പോയ പള്ളിയിലെത്തുവോ? എത്തും. കൈസറ വാടാ. ചേച്ചി, ഇതുങ്ങളെ തൊഴുത്തിലേക്ക് കയറ്റി കെട്ടിക്കോ. നീ ഇത് എവിടെ പോവാ? നായാട്ടുകാരൻ വന്നിട്ടുണ്ട്. എപ്പോ? ഇപ്പൊ അങ്ങാടിയിലുണ്ട്. അതുകൊണ്ട് ഈ കത്ത് കിട്ടിയാൽ ഒട്ടും താമസിക്കാതെ ചേറു ഇവിടെ വന്ന് പുലിയിൽ നിന്ന് ഞങ്ങളുടെ നാടിനെ രക്ഷിക്കണമെന്ന് താല്പര്യപ്പെടുന്നു. മറ്റു കാര്യങ്ങൾ നമുക്ക് നേരിൽ സംസാരിച്ചുറപ്പിക്കാം. ഇവിടെ വന്ന് പള്ളിയിലെ അച്ഛൻ റവറന്റ് ഫാദർ പനങ്ങോടനെയോ എന്നെയോ നേരിൽ കണ്ടാൽ മതിയാകുന്നതാണ്. പോരുമ്പോൾ ഇവിടെ താമസിക്കാനുള്ള ഒരുക്കത്തോടെ വരണം. താമസ സൗകര്യം ഞങ്ങൾ ഏർപ്പെടുത്തി തരുന്നതാണ്. കത്ത് ചുരുക്കുന്നു, ശേഷം നേരിൽ എന്ന് PV ഫിലിപ്പോസ്. ചേറു വരില്ലല്ലേ? ഇല്ല, അപ്പൻ ചത്തുപോയി. ഓഹോ, എത്ര നാളായി? കുറെ നാളായി. അപ്പൻ ചാവുമ്പോ ഞാൻ നാട്ടിലുണ്ടായിരുന്നില്ല. അപ്പൊ ഓരോരോ നാട്ടിലും ഇങ്ങനെ പോയി തങ്ങുമല്ലേ? ഇങ്ങനെ ഒരു നാട്ടിൽ താമസിക്കാൻ പോകുന്നത് ആദ്യ.
ആ അപ്പനും ഞാനും തമ്മിൽ ചേരില്ല. അതുകൊണ്ട് അപ്പനുള്ളപ്പോ വീട്ടിൽ പോകാറേയില്ല. പിന്നെ എവിടെ പോവും? ഓരോ സ്ഥലത്തൊക്കെ ഇങ്ങനെ ചുറ്റും. ഹായ്. എഴുത്ത് എത്ര ഷായി? 56 രൂപ 50 പൈസ. കുറിച്ചേക്ക്. ഏയ് പറ്റുറിച്ചേക്ക്. ഒരു പരിചയമില്ലാത്ത നിങ്ങളുടെ പേരിൽ ഇങ്ങനെ പച്ച കുറിക്കുന്നത്? കാശ് തരണം. എന്റെ 1 രൂപ 30 പൈസേ ഉള്ളൂ. എന്നിട്ടാ മൂക്കുമുട്ട കള്ളു ഉറച്ചിയൊക്കെ കയറ്റിയത്? നല്ല വിശപ്പായിരുന്നു. നേരം വെളുത്തിട്ട് ഒന്നും കഴിച്ചിട്ടില്ല. ഒരു കാര്യം ചെയ്, ആ പള്ളിയിൽ അച്ഛന്റെ പേര് കുറിച്ചേക്ക്. അല്ലെങ്കിൽ മുതലാളിയുടെ പേര് കുറിക്കും. അച്ഛൻ നിങ്ങളുടെ ആരാ? എഴുത്ത്. പോകൃത്തരം പറയരുത്. പള്ളിയിലത്തിന്റെ പേരിലാണ് ഷാപ്പിൽ നിന്ന് കള്ളു കുടിച്ചിട്ട് പോകുന്നത്. മര്യാദ കാശ് കൊടുറാ, അല്ലെങ്കിൽ തോക്ക് കൊടുത്തിട്ട് പോടാ. തോക്ക് ഞാൻ തരില്ല. വേണേ കൈസർ ഇവിടെ വന്നോട്ടെ. കെട്ടിക്കാർക്ക് 5 രൂപ പാല് കിട്ടില്ലേ ഞാൻ പൈസ എടുത്തിട്ട് പോയിക്കടാ. അയാൾ കാശ് കൊണ്ട് തരും. ഇനിയിപ്പോ ഇവിടെ താമസിക്കാൻ പോവല്ലേ? എന്നാ നിങ്ങൾ തരണം. എനിക്ക് വൈകിട്ട് കണക്ക് കൊടുക്കേണ്ടതാ. കുഞ്ഞിൻ ചേട്ടാ, നിങ്ങളൊക്കെ കൂടി ഒന്ന് പറ. കുഞ്ഞിച്ച തല്ലൊന്നും വേണ്ട പാവത്തിന്. നിനക്കെന്നെ ശരിക്കും മനസ്സിലായില്ല എന്ന് തോന്നുന്നു. കുഞ്ഞച്ചൻ എന്ന് പറഞ്ഞാൽ കോഴിക്കോട്ട് അങ്ങാടിയിലെ ചുരുളി പരമ്പ് വരെ വരയ്ക്കൂടാ. ഞാൻ മര്യാദയ്ക്ക് പറയാണ്, ആ തോക്ക് കൊടുത്തിട്ട് പോ. കൊടുക്കടാ. എന്നൊന്നും ചെയ്യരുത്. കൊടുക്കാൻ. കൊടുത്തേക്ക്, അതാ നല്ലത്. പള്ളിയിലേക്ക് പോണ അങ്ങോട്ടാ? നേരെ കൈക്കോട്ട് പോയാൽ മതി. നായെ പുറത്താക്കടോ. കൈസറേ പുറത്തു വാ. ആളെത്തിയിട്ടുണ്ട്. അപ്പൻ ചത്തുപോയി. അതുകൊണ്ട് എഴുത്ത് കിട്ടപ്പോ ഞാനിഞ്ഞ് പോന്നു. എന്താ പേര്? പാറുണ്ണി. ആഹാ, അപ്പൊ ക്രിസ്ത്യാനി തന്നെയാ? അതെ. എന്നിട്ട് ആ മൂക്കറ്റം കള്ളും കുടിച്ച് നായും തോക്കുമായിട്ട് തിരുസ്വരൂപത്തിന്റെ മുന്നിലേക്ക് എഴുന്നള്ളിയത്? അയ്യോ, ഓർത്തില്ല. ഈ ജന്തുവിനെ നമുക്ക് വേണോടൂ. ചിലപ്പോ നല്ല വെടിക്കാരായിരിക്കും. ഒവ്വ, ഇത് അവസാനം നമുക്ക് കോടാലിയാവുന്നാ തോന്നുന്നത്. നമുക്കൊന്ന് പരീക്ഷിച്ചു നോക്കാം. ഡോ, ഓ, നായാട്ടൊക്കെ പോയി നല്ല പരിചയമുണ്ടല്ലോ അല്ലേ? ഉവ്വ. പുലിയെ വെടിവെച്ചിട്ടുണ്ടോ? ഇല്ല. പിന്നെ എന്തിനാ ഇങ്ങോട്ട് വന്നേ? കിട്ടിയാ വെക്കാം. പിടിച്ചു നിർത്തിത്തരാം. പുലി വന്നാൽ വെടിവെച്ച് കൊല്ലാവുന്നതിന് കുറപ്പുണ്ടോ? അങ്ങനെ ഒരു ഉറപ്പെങ്ങനെ പറയും? നോക്കാം. എന്റെ പേലിപ്പോസെ വല്ലതും കൊടുത്ത് പറഞ്ഞു വിട്. തോക്ക് നേരെ ചുവ പിടിക്കാൻ അറിയാൻ പാടില്ല, എന്നിട്ടല്ലേ വെടിവെക്കണ കാര്യം. വിചാരിച്ച പോലല്ലോ. ഒന്നുമില്ലെങ്കിലും ചേറുവിന്റെ അല്ലേ മോൻ? അതൻ കളഞ്ഞേക്ക്. വേണ്ട, കാക്കയുടെ ഇറച്ചി ചുട്ടാ നല്ല ജോറാ. പടാ.
ഫിലിപ്പോസ് മുതലാളിയുടെ അപ്പനായിട്ടുണ്ടാക്കിയ പോരെയാ ഇത്. ഒറ്റയ്ക്ക് കിടക്കാൻ പേടിയൊന്നുമില്ലല്ലോ. അല്ല, ഇനി പുലിനെ കൊന്നിട്ടേ പോവുള്ളൂ. കൊല്ലത്തിൽ 1-2 തവണയെ പുലി ഇറങ്ങാറുള്ളൂ. മതി, ധൃതിയില്ല. അപ്പൊ നാട്ടിൽ വേറെ ഇടപാടൊന്നുമില്ലേ? പെണ്ണും കുട്ടികളൊന്നും ഇല്ല. അപ്പൊ ഫ്രീ ആണല്ലേ? വീണടം വിഷ്ണുലോകം. ഇതുവരെ വലിയ അലച്ചിലും കഷ്ടപ്പാടുമായിരുന്നു. ഒരു സ്ഥലത്തും ആരും സ്ഥിരമായിട്ട് നിർത്തൂല. ഇവിടെ കഴിയുന്നിടത്തോളം പിടിച്ചു നിൽക്കണമെന്നാ. പുലി ഇത്തിരി വൈകി വന്നാ മതി. അപ്പൊ ഞമ്മ നാട് നിങ്ങക്ക് പെരുത്ത് പിടിച്ചല്ലേ? ഇവിടെ നല്ല സുഖ. ചാപ്പാട്, വീട്, പിന്നെ ഇത്, പിന്നെ 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 ഇവിടത്തെ പെണ്ണുങ്ങളെ കാണാൻ നല്ല സുന്ദരിയാ. പോരെ പാത്രം അവിടെ വെച്ചൊക്കെ എപ്പോഴെപ്പോഴും വിളമ്പണ്ടല്ലോ. 3 ഊണിന്റെ കാശാകും. കാശ് ഫിലിപ്പോസ് മുതലാളികൾ തരുമല്ലോ. തരും. ഒരു സാമ്പാർ കൂടെ വേണം. സാമ്പാർ. നമ്മുടെ അമ്മായപ്പന് വട്ട, അല്ലെങ്കിൽ ഇങ്ങനെ ഒരുത്തിന് ചെലവിന് കൊടുത്ത് നാട്ടുകാരുടെ കാശ് കളയണം. മിടുക്കനാ. പറന്നുപോയ കാക്കയെ കണ്ണടച്ചാ വെടിവെച്ചിട്ടത്. പിന്നെ ഒരു കാര്യം ഞാൻ പറയാം, ശരി പുള്ളിയല്ല, വന്ന് കയറുന്നതിന് മുമ്പേ തല്ലുണ്ടാക്കി. എന്റെ കാലിന്റെ മസിൽ കയറിയിട്ടാ, അല്ല പന്നിയുടെ കൊടലിയാൻ എടുത്തേന്. നീ വന്നേ. ഈ കുഞ്ഞച്ചനെ നീ തല്ലിയോ? ഉവ്വ, എന്നെ തല്ലിട്ടാ. അങ്ങനെ നീ എല്ലാരെയും തല്ലുവോ? എന്റെ മേലോന്താ ചിലപ്പോ തല്ലും. അപ്പൊ നീ എന്നെയും തല്ലുവോ? അതിപ്പോ തല്ലുമ്പോ ആളും തരം നോക്കാൻ ഒക്കൂല. അന്നാ അതൊന്നും അറിയണല്ലോ. നായിന്റെ മോനെ, ഈ നാട്ടിൽ വന്ന് നീ വെളച്ചിലെടുത്താണ്ടല്ലോ, ഇടിച്ചതിന്റെ 10 കിളക്കും. മനസ്സിലായോ? ഉവ്വ. വയ്ക്കോ. പോടാ. വെറ വന്ന് ആ മനുഷ്യനെ കണ്ട ഒരു പാവമാണെന്ന് തോന്നും. പതുങ്ങി നടന്നു പോകുന്നത് കാണാം. പാവമൊന്നുമല്ല. ഇന്നലെ രാത്രി മൂത്രമൊഴിക്കാൻ മുറ്റത്തിറങ്ങിയപ്പോ വഴിയിൽ എന്തോ അനങ്ങണ കണ്ടു. നോക്കിയപ്പോ ആ മനുഷ്യനാ. പതുങ്ങി നിൽക്കുക അസത്ത്. രാജേച്ചി, അവിടെ ആരോ പതുങ്ങിയിരിക്കുന്നുണ്ട്. എവിടെ? എന്താണോ അവിടെ പതുങ്ങിയിരിക്കുന്നത്? പെണ്ണുങ്ങൾ വിളിക്കുന്ന ഒളിഞ്ഞു നോക്ക. ചേട്ടാ, ഇതൊന്ന് മേയാൻ എനിക്ക് 10 കെട്ട് ഓല വേണം. അയ്യടാ, നിനക്ക് ഞാൻ ഇനി ഓല വലിച്ചു തരാം. തന്നില്ലെങ്കിൽ ഞാൻ നേരെ അപ്പന്റെ അടുത്ത് വന്ന് ചോദിക്കും. നീ പ്രശ്നം ഉണ്ടാക്കല്ലേ, കാശെന്താന്നോ തന്നേക്കാം. പണ്ടാരോടങ്ങാൻ പാടാ. എന്ത് വേണം? വെറുതെ അല്ല കുളിക്കടവിൽ ഒളിച്ചു നിന്നത്. കേറി വാ. ഇനി കടം തരുന്ന പ്രശ്നമേ ഇല്ല. ജീവൻ പണയം വെച്ചുള്ള ബിസിനസ്സാ. എക്സൈസുകാർ വന്ന് പിടിച്ചാൽ നിങ്ങളാരും 10 പൈസ അറിയല്ല. അതുകൊണ്ട് രൊക്കമുള്ള കച്ചവടം മതി. മനസ്സിലായ? ഉവ്വ. എന്നിട്ട് പിന്നെയും വരിക ഇരക്കാൻ.
പോകട്ടുമ്പോടോ. എന്തിനാ അവിടെ പതുങ്ങി നിന്നേ? കാണാൻ. ആരെ? എന്തിനാ കാണണേ? നല്ല രസമുണ്ട്. നിങ്ങളുടെ നോട്ടോ നടപ്പോ കണ്ട ഒരു കുറുക്കനെ മാതിരിയാ. എന്റെ പേരെന്താ? ഭാഗ്യം. ഭാഗ്യലക്ഷ്മി. ശങ്കുണ്ണിക്കൊല്ലിനെ അറിയോ? മോളുടെ മോളാ. നിങ്ങൾ വരണേന്ന് ഞാൻ പ്രാർത്ഥിക്കായിരുന്നു. എന്തിനാ? ആ പുലിയെ കൊല്ലാൻ. ആ പാവം വല്ലയിടത്തും ജീവിച്ചോട്ടെ. പാവം ചെകുത്താനാ അത്. ചെകുത്താൻ. എന്നെ ആരും ഇല്ലാത്തോളാക്കിയത് ആ അസത്ത. അല്ലെങ്കിൽ എന്തിനാ നീ കരയണേ? നിങ്ങൾക്കറിയോ, എന്റെ അമ്മയ്ക്ക് എന്നെ ജീവനായിരുന്നു. 10 വയസ്സ് വരെ എന്നെ താഴെ വയ്ക്കാതെ വളർത്തിയത്. എന്റെ കൺമുമ്പിൽ വെച്ച എന്റെ അമ്മയെ കടിച്ചു കൊന്നത്. അമ്മ ഉണ്ടായിരുന്നെങ്കിൽ അച്ഛൻ വേറെ കല്യാണം കഴിച്ചു പോവോ? എനിക്ക് അച്ഛനും അമ്മ ഇല്ലാണ്ടാക്കിയത് അതാ. അതിന് നിങ്ങൾ കൊല്ലണം. കൊന്ന നിങ്ങൾ ചോദിക്കണ എന്തും ഞാൻ തരാം. ഭാഗ്യം. ഞാൻ പിന്നെ വരാട്ടോ. എന്താ പേര്? എടോ, അവളൊരു പാവം പെണ്ണ. അതിന്? തന്റെ സ്വഭാവം അവളുടെ അടുത്ത് എടുത്താലുണ്ടല്ലോ, താൻ ജീവനും കൊണ്ട് പോവില്ല. ഓർത്തോ?